ഹായ് ഹലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2024 ഇലക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആസ് വോട്ടേഴ്സ് നമ്മളെ എക്യുപ്പ് ചെയ്യാനും എംപവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന 2 ആപ്ലിക്കേഷൻസ് ഇലക്ഷൻ കമ്മീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ആ ആപ്ലിക്കേഷൻസ് ആണ് KYC ആപ്പും സി വിജിൽ ആപ്പും. KYC ആപ്പിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോ യുവർ കാൻഡിഡേറ്റ് എന്നാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് നമുക്കൊരു ഇൻഫോം ഡിസിഷൻ എടുക്കാൻ സഹായിക്കും അല്ലേ. ഈ ആപ്പിൽ നമ്മുടെ കാൻഡിഡേറ്റ് സൈൻ ചെയ്ത അഫിഡവിറ്റ്സ്, അവരുടെ ക്രിമിനൽ ആൻറ്റിസിഡൻസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. മാത്രമല്ല ഇന്ത്യയിൽ എത്രത്തോളം നോമിനേഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൽ എത്രത്തോളം അപ്രൂവ് ചെയ്തിട്ടുണ്ട്, വിഡ്രോൺ ആണ്, റിജക്റ്റഡ് ആണ്, ഇങ്ങനെയുള്ള പല ഡീറ്റെയിൽസും നമുക്ക് ആപ്പിലൂടെ അറിയാൻ സാധിക്കും. ഇത് ആൻഡ്രോയിഡിലും ഐഫോണിലും അവൈലബിൾ ആണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ സി വിജിൽ ആപ്പാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ്. നമ്മുടെ രാജ്യത്തിലെ ഇലക്ഷൻസ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല സിറ്റിസൺസ് ആയ നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ആ സിറ്റിസൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ഷൻ സമയത്തും ഇലക്ഷൻ്റെ പ്രചാരണ സമയത്തും എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ ചാനലിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. മാൽ പ്രാക്ടീസസ് എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക? ഇലക്ഷൻ കമ്മീഷൻ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടം. അത് പ്രകാരം കാശ് കൊടുത്ത് വോട്ട് ചോദിക്കുക, എന്തെങ്കിലും ഫേവർ കൊടുത്ത് വോട്ട് ചോദിക്കുക, വോട്ട് ഇടിയിപ്പിക്കാൻ വേണ്ടി പാർട്ടിക്കാർ വീട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുക, നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വേറെ ഒരു പാർട്ടിക്കാർ ഫ്ലെക്സോ ബാനേഴ്സോ വയ്ക്കുക, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഐക്കൺസോ സെൻറ്റിമെൻറ്റ്സോ വെച്ച് വോട്ട് ചോദിക്കുക, ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്ത് ഒരു ഹെയ്റ്റ് സ്പീച്ച് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് എതിരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ ആയിട്ടോ വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഈ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ ഈ അപ്ലോഡ് ചെയ്യുന്ന എവിഡൻസ് 5 മിനിറ്റ്സിൽ കൂടുതൽ ഓൾഡർ ആവാൻ പാടില്ല. ഈ ആപ്ലിക്കേഷൻ്റെ ദുരുപയോഗം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ. അതായത് നമ്മൾ നേരിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്ത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. വൺസ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ID കിട്ടും. അത് വെച്ച് നമുക്ക് കംപ്ലയിൻറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ട്രാക്കും ചെയ്യാൻ പറ്റും. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ആപ്ലിക്കേഷൻസ് ഇലക്ഷൻ കമ്മീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ്. ആ ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ ഇലക്ട്രൽ റോൾ നമ്പർ അറിയാൻ സാധിക്കും. നമ്മുടെ വോട്ടർ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡിജിറ്റൽ വോട്ടർ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അത് നമ്മൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇതുപോലെ മറ്റ് ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ www.eci.gov.in സന്ദർശിച്ചാൽ നമുക്ക് ബാക്കി ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസും അറിയാൻ പറ്റും.